ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മൾ ആഷാഢ നവരാത്രിയെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും കന്നിമാസത്തിലെ നവരാത്രിയെക്കുറിച്ച് മാത്രമേ അധികം പേർക്കും അറിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ 2-3 വർഷത്തിന് മുന്നേ മുതൽക്ക് നമ്മൾ ആഷാഢ നവരാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ആഷാഢ നവരാത്രി വഴിപാട് എങ്ങനെ ചെയ്യണം, എപ്പോൾ മുതൽക്ക് എന്നുവരെയാണ് നവരാത്രി ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും, ഏത് സമയത്താണ് നമ്മൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ തുടർന്ന് കാണാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെല്ലാം വരാഹി ദേവി എന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് പുതിയ പുതിയ ദൈവങ്ങളെയും കൊണ്ട് ഓരോ വീഡിയോയുമായിട്ട് വരുന്നുണ്ട് എന്ന്. പക്ഷേ വരാഹി ദേവി എന്ന് പറയുന്നത് പുതിയ ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഗ്രാമങ്ങളിൽ സപ്തമാതാക്കൾ ഉണ്ടാകും. ആ സപ്തമാതാക്കളിൽ 5ാമത്തെ ദേവിയും രാജരാജേശ്വരിയുടെ പടനായികയുമായിട്ടാണ് വരാഹി ദേവിയെ അറിയപ്പെടുന്നത്. ഇന്നെല്ലാം ഒരുപാട് പേർ വീടുകളിൽ വെച്ച് തന്നെ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നുണ്ട്, മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോ നോക്കി പഞ്ചമി വഴിപാടുകളും ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. വരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാഹി ദേവിയെക്കുറിച്ച് അറിയുവാനോ, വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുവാനോ, പൂജകൾ ചെയ്യുവാനോ, അതുപോലെ തന്നെ വരാഹി അമ്മയുടെ ക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിക്കുകയുള്ളൂ. ഇനി ആഷാഢ നവരാത്രി നമ്മൾ വഴിപാടുകൾ ചെയ്താൽ എന്തെല്ലാം ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് കാണാം. സാധാരണ ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശത്രുദോഷം, കൂടോത്രം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു രീതിയിലും നല്ല ഉയർച്ചയിലേക്ക് എത്തരുത് എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ ഇടയിൽപ്പെട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരിക്കും. ഇതിനോടൊപ്പമായിരിക്കും ഈ പ്രശ്നത്തിൻ്റെ കൂടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ. മാത്രമല്ല ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലെല്ലാം തീർത്തും പരാജയം എന്ന് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ആഷാഢ നവരാത്രി വഴിപാട്. 9 ദിവസങ്ങളാണ് നവരാത്രി വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിൽ പ്രധാനമായും 3 മുഖ്യമായ ദിവസങ്ങളാണ് ഉള്ളത്. പ്രധാനമായും നവരാത്രി തുടങ്ങുന്ന ദിവസമായ 6-ാം തീയതി ശനിയാഴ്ച ദിവസം രാവിലെ 7:50 മുതൽക്ക് 8:30 ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ വരാഹി ദേവി വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി വരാഹി അമ്മയുടെ ഈ വഴിപാട് ചെയ്യുവാനായി നമുക്ക് എന്താണ് ആവശ്യം? എല്ലാവരുടെ വീടുകളിലും പടമോ വിഗ്രഹമോ ഉണ്ടാകണമെന്നില്ല, മറിച്ച് അതിനായാണ് നമ്മുടെ പല പതിവുകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു നെയ്ദീപം തെളിയിക്കുവാനുള്ള അകൽ വിളക്ക് വരാഹി ദേവിയായി സങ്കല്പിച്ച് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന്. ആ വിളക്കിൽ മഞ്ഞളും കുങ്കുമം കൊണ്ട് പൊട്ടുതൊട്ട് നെയ്യൊഴിച്ച് പഞ്ഞുതിരിയിട്ട് വടക്ക് ദിശ നോക്കി ദീപം തെളിയിച്ച് വെച്ച് നമ്മൾ വരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് അറിയുന്നത് ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ വഴിപാട് തുടങ്ങാവുന്നതാണ്. 9 ദിവസവും ഈ വഴിപാട് ചെയ്യുന്നവർ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്യരുത്. കൂടാതെ സന്ധ്യയ്ക്ക് ശേഷമാണ് വരാഹി ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്നതിനാൽ നിങ്ങൾ 6-ാം തീയതി രാവിലെ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അന്ന് വൈകുന്നേരം നിങ്ങൾ 6 മണിക്ക് ശേഷം 10 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും വീടുകളിൽ ഒരു ദീപം തെളിയിച്ച് നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും എല്ലാം വരാഹി ദേവി അമ്മയായി സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ആ ദീപത്തിന് മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ചിലരെങ്കിലും ചോദിക്കും, നമ്മുടെ വീടുകളിൽ പടമോ വിഗ്രഹമോ ഇല്ല, പുതിയതായി ഒരെണ്ണം വാങ്ങിക്കോട്ടെ എന്ന്.
നമ്മൾ ഓരോ വിശേഷങ്ങൾക്കും ഓരോ വിഗ്രഹങ്ങളും പടങ്ങളും വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ പടവും വിഗ്രഹങ്ങളും വയ്ക്കുവാൻ മാത്രമേ സ്ഥലമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഏതൊരു വിഗ്രഹങ്ങളും പടങ്ങളും വാങ്ങി നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായ ശരിയായ രീതിയിലുള്ള പൂജകൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതിനാൽ നമുക്ക് പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് ശരി, ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു വഴിപാടിനായിട്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ആഷാഢ നവരാത്രി കഴിഞ്ഞു വരുന്ന പഞ്ചമി ദിവസം അത് എപ്പോഴാണെന്ന് നോക്കാം. അതായത് 5-ാം തീയതി നമുക്ക് അമാവാസ തിഥി വരുന്നുണ്ട്. ഈ അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസമാണ് നമ്മൾ പഞ്ചമി തിഥിയായി കരുതപ്പെടുന്നത്. ഈ ദിവസം ഈ ആഷാഢ നവരാത്രിയുടെ നടുവിൽ എന്നാണ് വരുന്നത് എന്ന് നോക്കാം. 10-ാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ 9 ദിവസങ്ങളും വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ദിവസമെങ്കിലും നമുക്ക് വരാഹി ദേവി വഴിപാട് ചെയ്യുവാനായി സമയം കണ്ടെത്തേണ്ടത് നിർബന്ധമാണ്. അടുത്തതായിട്ട് ആഷാഢ നവരാത്രി കഴിയുന്നതിന് മുൻപേ വരുന്ന ഒരു ദിവസമാണ് 13-ാം തീയതി അഷ്ടമി തിഥി വരുന്നുണ്ട്. വൈകുന്നേരം 2:14 മണി മുതൽക്ക് പിറ്റേ ദിവസം 14-ാം തീയതി പുലർച്ചെ 4:02 വരേക്കും നമുക്ക് അഷ്ടമി തിഥി ഉള്ളതിനാൽ നിങ്ങൾക്ക് 13-ാം തീയതി വൈകുന്നേരത്തിനു ശേഷം 14-ാം തീയതി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിനൊരു പരിഹാരം തന്നെയാണ് വരാഹി ദേവി എന്ന് പറയുന്നത്. അതിനാൽ തുടർച്ചയായി 9 ദിവസങ്ങളിലും, അതായത് 6-ാം തീയതി മുതൽക്ക് 15-ാം തീയതി വരെയും നമ്മൾ ഒരു ദീപമെങ്കിലും തെളിയിച്ച് വരാഹി ദേവിയുടെ മന്ത്രജപങ്ങൾ നടത്തുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത് എളിമയായ രീതിയിലുള്ള ഒരു വഴിപാട് മുറയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി കുറച്ചും കൂടി നവരാത്രി വഴിപാട് നമ്മൾ വളരെ വിശേഷപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അലങ്കാരങ്ങൾ ചെയ്യുക. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് ഒരു തട്ടിൽ നമ്മൾ കുറച്ച് പച്ചരിയും മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കലർത്തി അക്ഷതം ഉണ്ടാക്കി അതിൽ നിറച്ച ശേഷം അതിന് നടുവിലായി ഒരു മൺവിളക്ക് വെച്ച് ആ മൺവിളക്കിൽ നെയ്ദീപം ഒഴിച്ച് ആ ദീപമായിരിക്കണം വരാഹി ദേവിയുടെ മുൻപിൽ തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് നൈവേദ്യമായിട്ട് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? വരാഹി ദേവിക്ക് പ്രിയപ്പെട്ട കിഴങ്ങ് വർഗ്ഗങ്ങളായ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ കപ്പ, കൂടാതെ തന്നെ മാതള നാരങ്ങ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, നിലക്കടല, ശർക്കര വെള്ളിക്കിഴങ്ങ് എന്നിവയെല്ലാം തന്നെ നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് നൈവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദേവിയുടെ മുൻപിൽ നമ്മൾ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ തീർത്താൽ തീരാത്ത ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ തീർത്തു തരണമെന്ന് വരാഹി ദേവിയുടെ മുൻപിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് ഓം വജ്ര വരാഹിയേ നമ എന്നുള്ള മന്ത്രം നിത്യവും നമ്മൾ 9 തവണ ജപിച്ചുകൊണ്ട് 9 ദിവസവും നമ്മൾ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ആഷാഢ നവരാത്രി ദിവസം എന്ന് പറയുന്നത്. തഞ്ചാവൂരിലെ പെരിയ കോവിലിലുള്ള വരാഹി ക്ഷേത്രത്തിൽ ഈ 9 ദിവസങ്ങളിലും പലതരത്തിലുള്ള അലങ്കാരങ്ങളിൽ ദേവിയെ അലങ്കരിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുവാനായി കാത്തു നിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വരാഹി ദേവി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു പുണ്യമാണ്. എല്ലാവർക്കും നമ്മുടെ നാടുകളിലെല്ലാം വരാഹി ദേവി ക്ഷേത്രം ഉണ്ടാകണമെന്നില്ല. അതിനാൽ തന്നെ നമ്മൾ വീടുകളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യുവാനായിട്ട് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ സമയത്ത് വരാഹി ദേവി ക്ഷേത്ര ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രങ്ങളിലാണോ സപ്തമാതാക്കളുള്ളത് അവിടെ ചെന്ന് നമ്മൾ മനസ്സുരുകി തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ചിലർക്ക് സംശയമുണ്ടാകും, 9 ദിവസവും വജ്രവരാഹി മന്ത്രം തന്നെ ജപിക്കണോ എന്ന്. അതല്ല, വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രം നമുക്കറിയും. അതുപോലെ തന്നെ വരാഹി ദേവിയുടെ 12 നാമങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓം ശ്രീ സമയേശ്വരി വാരാഹിയേ നമ എന്ന് ഒരു ദിവസം, മറ്റൊരു ദിവസം ഓം വജ്രവരാഹിയേ നമ എന്ന്, 3-ാമത്തെ ദിവസം ഓം അപരാജിത എന്ന്,
അതുപോലെ തന്നെ 4-ാമത്തെ ദിവസം ഓം മഹാസേനായേ എന്ന്, ഓം സങ്കേതായ നമഃ, ഓം ഋണനാശിന്യേ നമഃ, അതുപോലെ തന്നെ ഓം ആഷാഢ വരാഹിയേ നമ, ഓം സ്വർണ്ണ വരാഹിയേ നമ, ഓം ആരിഗ്നേ നമ എന്നിങ്ങനെയുള്ള മന്ത്രജപങ്ങളെല്ലാം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊന്നും അറിയാത്തവർ ഓം വജ്രവരാഹിയേ നമ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതി. ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല തടസ്സങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരു ആഷാഢ നവരാത്രി വഴിപാടിലൂടെ സാധിക്കുന്നതാണ്. നമ്മളെക്കൊണ്ട് ആകുന്ന രീതിയിൽ നമുക്ക് വഴിപാടുകൾ ചെയ്യാം. നമ്മുടെ അമ്മയായ ദേവി നമ്മുടെ വഴിപാടുകൾ വളരെ വിശേഷപ്പെട്ടതാണോ അല്ലെങ്കിൽ വളരെ എളിമയായ രീതിയിലാണോ ഇവർ ചെയ്യുന്നത് എന്നൊന്നും നോക്കില്ല. മറിച്ച് നമ്മുടെ പരിപൂർണമായ വിശ്വാസവും സ്നേഹവും മാത്രമാണ് ദേവി ശ്രദ്ധിക്കുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഒരു വിളക്ക് മാത്രമാണ് തെളിയിച്ച് വരാഹി വഴിപാട് ചെയ്യുന്നതെങ്കിലും കൂടി അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും പൂർണ്ണ ഭക്തിയോടുകൂടിയും പൂർണ്ണമായ സ്നേഹത്തോടു കൂടിയും മാത്രം ചെയ്തു നോക്കുക. നമ്മൾ പ്രാർത്ഥിച്ച കാര്യം അത് എന്തുമായിക്കോട്ടെ, മക്കളെക്കുറിച്ചാണോ, ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണോ, സ്വത്ത് തർക്കത്തെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ഇതുവരെയും തീരാത്ത കേസിനെ കുറിച്ചാണോ, അതല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണോ, ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണോ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി ആ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിത്തരും നമ്മുടെ അമ്മയായ വരാഹി ദേവി എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ കൂടി തന്നെ നമുക്ക് ഈ ആഷാഢ നവരാത്രി ദിവസത്തിൽ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.